ഇന്ന് നമ്മുടെ വിഷയം എന്താ? റമദാനിൽ ശ്രദ്ധിക്കേണ്ട ചില സമയങ്ങളുണ്ട്. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ പുണ്യമായ റമദാൻ മാസം വരുമ്പോ സ്വഹാബത്തിന് വഅദ് പറഞ്ഞു കൊടുക്കാറുണ്ട്. നിങ്ങൾ റമദാൻ നിലാവ് കേൾക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഭാഷണത്തെ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം കേട്ടിരുന്നു എന്നാണ്. ചരിത്രങ്ങളും റമദാനിന്റെ സന്ദേശങ്ങളും ഹദീസുകളും ആയത്തുകളും ഇറങ്ങുമ്പോ അതെല്ലാം പഠിച്ചെടുത്ത് ജീവിതം നന്നാക്കുമായിരുന്നു മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം. അതൊക്കെ അവർ എഴുതി വെക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുന്നത് പോലെ ഇൽമ് എഴുതി വെക്കണം. അതങ്ങനെയാണ്. എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് അല്ലാഹു പ്രതിഫലം തരും. ഏത് വിഷയം നമുക്ക് എഴുതി വെക്കാൻ പറ്റും. എഴുതി വെക്കൽ ഒരു കുറവല്ല. മനസ്സിലായോ? എഴുതി വെക്കൽ എന്തല്ല, ഒരു കുറവായിട്ട് ആരും കാണണ്ട. എഴുതി വെക്കണം. വിവരങ്ങളൊക്കെ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വിവരങ്ങൾ എഴുതി വെക്കണം. അപ്പോ പ്രധാനപ്പെട്ട ചില സമയങ്ങളുണ്ട്. ആ സമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പരിശുദ്ധ റമദാനിൽ ഒരുപാട് പ്രതിഫലങ്ങൾ നിങ്ങളെ കൊണ്ട് വാരിക്കൂട്ടാൻ പറ്റുമെന്നാണ്. എങ്ങനെ? പരിശുദ്ധ റമദാനിലെ ചില സമയങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഞാനും നിങ്ങളും പുണ്യമായ റമദാനിലെ ആ ഒരു സമയത്തെ വളരെയധികം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലം നമുക്ക് വാങ്ങിക്കൂട്ടാൻ പറ്റും. റമദാനിലെ മുഴുവൻ ടൈമും പ്രതിഫലമുള്ള ടൈമാണ് അല്ലേ? മുസ്തജാബ എന്നല്ലേ? പരിശുദ്ധമായ റമദാനിലെ മുഴുവൻ സമയങ്ങളും ഇജാബത്തുള്ള സമയമാണ്. പ്രത്യേകിച്ച് സമയം എന്നല്ല, ഏത് സമയം ഇജാബത്തുണ്ട്. പക്ഷേ എങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുക. മദീനയിലെ മസ്ജിദുൻ നബിയിലെ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനോട് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. സ്വഹാബത്തെ, അത് അതല്ലക്കും ശഹറുൽ അദീം. മദീന പള്ളിയിലിരിക്കുന്ന മഹാന്മാരായ സ്വഹാബത്തുൽ കിറാമിനെ വിളിച്ചുകൊണ്ട് ഈ ഉമ്മത്തിൽ വരാൻ പോകുന്ന മുഴുവൻ ജനങ്ങളെയും വിളിച്ചുകൊണ്ട് ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഖദ് അതല്ലക്കും ശഹറുൽ അദീം. ഒരു മഹത്വമേറിയ മാസമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരു മഹത്വമേറിയ മാസമാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. സ്വഹാബാ, ആ മാസത്തിന്റെ മഹത്വമെങ്ങാനും ഒരാൾ അറിഞ്ഞിരുന്നുവെങ്കിലേ ആ വിശ്വാസി എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. എന്റെ ജീവിതകാലം മുഴുവനും എനിക്ക് റമദാൻ തരണേ അല്ലാഹ്. എന്റെ ജീവിതകാലം മരണം വരെ മുഴുവനും എനിക്ക് റമദാൻ തരണമല്ലാഹ്. മരണം വരെ ഈ റമദാനായിരുന്നുവെങ്കിൽ എത്ര വല്ല സന്തോഷമായിരുന്നു. ഒരുപാട് നോമ്പെടുക്കാലോ, ഒരുപാട് നിസ്കരിക്കാലോ, ഒരുപാട് സുകൃതങ്ങൾ ചെയ്യാലോ, നേരത്തെ പള്ളിയിൽ പോവാലോ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാൻ മാസത്തിലെ ഓരോ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ നമ്മുടെ നാടുകളിലെ ജുമാഅത്ത് പള്ളികളെ നേരത്തെ തിങ്ങി നിറയുമല്ലോ. മറ്റുള്ള മാസങ്ങളെ പോലെയല്ല, മറ്റുള്ള മാസത്തിലെ പോലെയുള്ള വെള്ളിയാഴ്ചകളെ പോലെയല്ല. പരിശുദ്ധമായ റമദാനിന്റെ വെള്ളിയാഴ്ച വന്നാൽ എല്ലാ ഉപ്പമാരും, എല്ലാ മക്കളും, എല്ലാ ചെറുപ്പക്കാരും, വിദ്യാർത്ഥികളോ നേരത്തെ പള്ളിയിൽ പോവുകയാ. അത് പുണ്യമായ റമദാനല്ലേ? റമദാനില്ല മഹത്വം എനിക്ക് കിട്ടണമല്ലാ. റമദാനില്ല പവിത്രമായ വെള്ളിയാഴ്ച ദിവസം നേരത്തെ പള്ളിയിലെത്തി സൂറത്തുൽ കഹ്ഫ് ഓതുമ്പോ, സൂറത്തു യാസീൻ ഓതുമ്പോ, സ്വലാത്ത് ചൊല്ലി തൊപ്പി ധരിച്ച് ഇത്തികാഫിന്റെ നിയ്യത്ത് വെച്ച് തലമറച്ചിരിക്കുമ്പോ അതിന് അല്ലാഹു നമുക്കതിനുള്ള പ്രതിഫലം എത്രയോ ചെറുപ്പക്കാരെ റമദാൻ മാസത്തിൽ തൊപ്പി ധരിക്കുന്നുണ്ടല്ലോ. അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം എത്രയാ.
ഇന്നും ഞാൻ പള്ളിയിൽ നിന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുമ്പോ അല്ലാഹുവേ താനൂരിലെ യതീമായ അനാഥ മക്കളുടെ വീടിന്റെ കുറ്റിയടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോ ഒതുക്കങ്ങളിൽ വഴിയിൽ വെച്ചാണ് ഞങ്ങൾ പള്ളിയിൽ കയറിയത്. അവിടെ നിന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്തും ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ദുആയിക്കണേ, എന്റെ കല്യാണം ശരിയാവാ ദുആയിക്കണേ, ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ എന്റെ കൈപിടിച്ച് പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്നറിയോ ഉസ്താദേ? എന്റെ തലയിലുള്ള ഈ തൊപ്പിയുണ്ടല്ലോ, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് റമളാന് 30 വരെ നീ ഓഫീസിൽ പോകുമ്പോ നിന്റെ തലയിൽ തൊപ്പി വേണം മോനെ. ഉസ്താദ് വളരെ പ്രത്യേകം ലൈവില് പറഞ്ഞതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നോട് പറഞ്ഞ വാക്കാണ് ഉസ്താദേ. അതുകൊണ്ട് ഞാനിതാ തലയിൽ തൊപ്പി ധരിച്ചിരിക്കുകയാണ്. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരൻ ഇന്ന് ജുമാ നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഇറക്കത്തില് എന്റെ കൈ പിടിച്ച് പറഞ്ഞതാണ്, ആ കൂട്ടുകാരന്റെ കല്യാണം ശരിയാക്കണമല്ലാ. പടച്ചവരെ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരും ഉപ്പമാരും ഓരോ ബാലുകൾക്കും അതവരെ ജീവിതത്തിൽ അവരെ കൊണ്ടുവരുന്നുണ്ട് റബ്ബേ. അവരെ മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് അത് പറഞ്ഞു കൊടുക്കുന്നില്ല അല്ലാ. കടകളിലും ഷോപ്പുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും മിക്ക റമളാനിനാവില്ല സമയമായിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുന്നുണ്ട്. ഇക്കാ നിങ്ങളൊന്ന് കേൾക്കോ മോനെ, നീയൊന്ന് ആമീൻ പറയോ എന്ന് പറഞ്ഞ മക്കളോട് റമളാനിലാവ് കേൾക്കാൻ പറയുന്ന ഉമ്മമാരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്, ഖദ അലല്ലക ശഹറുൽ അളീം, ഒരു വലിയ മഹത്വമുള്ള മാസം നിങ്ങൾക്ക് വരികയാണ്. ഫീഹി വഖത, ആ മാസത്തിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് സ്വഹാബാ, ഒരുപാട് പ്രത്യേകതയുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ടൊരു പ്രത്യേകത ഞാൻ പറയാ. ഫീഹി വഖത, അതിൽ 2 സമയമുണ്ട് സ്വഹാബാ, അതിൽ പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട് സ്വഹാബാ. ആ സമയം നിങ്ങളെ നഷ്ടപ്പെടുത്താൻ പാടില്ല സ്വഹാബാ. റമളാനിലാവ് കേൾക്കുന്ന ഉമ്മ, മദീനത്തെ പള്ളിയിലുള്ള മുത്തുനബി വേല പറയുന്നത് നിങ്ങളോടാണ് ഉമ്മ, എന്നോടാണ് ഉമ്മ. അറിവിന്ദിലാവില്ല റമളാനിലാവില്ല മജ്‌ലിസ് കേൾക്കുന്ന ജനസാഗരങ്ങളെ, ആ സമയം നിങ്ങളെ മനസ്സിലാക്കണേ. ഖീല യാ റസൂലല്ലാഹ്, ഏത് സമയമാണ് നബിയേ, ഏത് സമയമാണ് നബിയേ? ദുല്ലനി യാ റസൂലല്ലാഹ്, ആ സമയം, ആ പ്രധാനപ്പെട്ട സമയം ഏതാണ് നബിയേ? ആ പ്രധാനപ്പെട്ട സമയം ഏതാണ് നബിയേ? ദുല്ലനി യാ റസൂലല്ലാഹ്. എഴുതി വെക്കൂ പെങ്ങളെ, എഴുതി വെക്കൂ ചെറുപ്പക്കാരാ, എഴുതി വെക്കൂ ഉമ്മമാരെ. അറിവിന്നിലാവില്ല നോട്ട് പുസ്തകത്തിൽ നിങ്ങൾ എഴുതി വെക്കുക. പരിശുദ്ധമായ പുണ്യമായ റമളാൻ മാസത്തിലെ പ്രധാനപ്പെട്ട ആ സമയങ്ങൾ ഏതാ? ദില്ലനി യാ റസൂലല്ലാഹ്, ആ സമയം ഏത് സമയമാണ് നബിയേ? 2 സമയങ്ങളുണ്ട് സ്വഹാബാ, 2 സമയങ്ങളുണ്ട് സ്വഹാബാ, 2 പ്രധാനപ്പെട്ട സമയങ്ങളുണ്ട് സ്വഹാബാ. അതിലുള്ള ഒന്നാമത്തെ സമയമേതാ? വഖ്തു സുഹൂർ, വഖ്തു സുഹൂർ, അത് അത്തായത്തിന്റെ സമയമാണ് സ്വഹാബത്തെ. അത്തായ സമയം ദുആ ഹിജാമത്തുള്ള സമയമാണ് നബി മുഹമ്മദ് മുസ്തഫ. മനസ്സിലാക്കണേ മുഅ്മിനീങ്ങളെ, നമ്മളെ നോബില്ല അത്താഴം കഴിക്കാറില്ലേ? ആ അത്തായ സമയം വലിയ ഹിജാമത്തുള്ള സമയമാണ്. ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ അത്താഴത്തിന്റെ ഭക്ഷണം കഴിക്കാൻ എഴുന്നേൽക്കാറുണ്ടല്ലോ. നോമ്പ് നോറ്റവരെ, അത്താഴം നിങ്ങളെ കഴിക്കണേ പ്രിയപ്പെട്ടവരെ. അത് ശക്തമായ സുന്നത്താണ്. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് അത്താഴ സമയം അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഖ്തു സുഹൂർ, വഖ്തു സുഹൂർ. എല്ലാവരും വീടിന്റെ അകത്ത് കിടന്നിറങ്ങുമ്പോ ആരാരുമില്ലാതെ പാതിരാ നേരത്തെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് എടുത്തിട്ട് അത്താഴം കഴിച്ച് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അല്ലാഹുവിലേക്ക് കൽബ് തിരിക്കുന്ന ചെറുപ്പക്കാരാ, റമളാനിൽ തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റ് എടുത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അത്താഴം കഴിക്കുന്ന റമളാനിലെ എന്റെ ചെറുപ്പക്കാരാ, റമളാനിൽ അത്താഴം കഴിക്കാൻ വേണ്ടി ആ സമയത്ത് എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്, ആ അത്താഴത്തിൽ അല്ലാഹു വലിയ ബറക്കത്ത് തന്നിട്ടുണ്ട്. ഫഇന്ന ഫിസ്സുഹൂരി ബറക, അത്താഴം മുഴുവനും ബറക്കത്താ, അത്താഴം മുഴുവനും ബറക്കത്താണ്, അത്താഴം മുഴുവനും ബറക്കത്താണ്. ആ ബറക്കത്ത് നിങ്ങളെ നഷ്ടപ്പെടുത്തരുത്, ആ ബറക്കത്ത് നിങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ഫഇന്ന ഫിസ്സുഹൂരി ബറക, അത്താഴം മുഴുവനും ബറക്കത്താണ് സ്വഹാബാ. ഉമ്മമാരെ, അത്താഴം നിങ്ങളെ കഴിക്കണം ഉമ്മമാരെ, അത്താഴം നിങ്ങളെ കഴിക്കണം ബാപ്പമാരെ, അത്താഴം നിങ്ങളെ കഴിക്കണം ചെറുപ്പക്കാരാ. പലരും ഉറക്കത്തിൽ നിന്ന് ഉണരാതെ മടി കാണിച്ചതിന്റെ പേരില് അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നവനുണ്ട്. തലേ ദിവസം തറാവി നിസ്കാരം കഴിഞ്ഞ്, അതല്ലെങ്കിൽ തലേ ദിവസം അറിവിന്നിലാവില്ല മജ്‌ലിസിലുള്ള നോമ്പിന്റെ നീയത്ത് വെച്ച് കിടന്നുറങ്ങിയിട്ട് പുലർച്ചെ സമയത്ത് സുബഹിയുടെ മുന്നേ അത്താഴം കഴിക്കാതെ മടി കാണിക്കുന്ന ആളുകളുണ്ട്. നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആരംഭ റസൂലുള്ള പറയുകയാ, ആരംഭ റസൂലുള്ള പറയുകയാ, ഫഇന്ന ഫിസ്സുഹൂരി ബറക, ഫഇന്ന ഫിസ്സുഹൂരി ബറക. അത് ബറക്കത്തിന്റെ സമയമാ, അത് ബറക്കത്തിന്റെ സമയമാ, അത് ബറക്കത്തിന്റെ സമയമാണ്. റഹ്മത്തിന്റെ മാലാഖമാര് നിങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന സമയമാ, റഹ്മത്തിന്റെ മാലാഖമാര് നിങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന സമയമാ, റഹ്മത്തിന്റെ മാലാഖമാര് നിങ്ങളെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന സമയമാ. പടച്ചവനെ, ആ സമയത്ത് നമ്മളെ ഭക്ഷണം കഴിച്ച, ആ സമയത്ത് നമ്മളെ വെള്ളം കുടിച്ച, ആ സമയത്ത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അതിന് അല്ലാഹു വലിയ ഇജാബത്ത് നൽകുമല്ലേ. നബിയേ, നബി മുഹമ്മദ് മുസ്തഫ എഴുതി വെക്കൂ പ്രിയപ്പെട്ടവരെ, തീർന്നിട്ടില്ല. അത്താഴം കഴിക്കണമെന്ന് പറയാ കാരണമെന്താ? ഒരുപാട് സുന്നത്ത് അത്താഴം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്‌ലിസിൽ നിങ്ങൾ ആ സുന്നത്തുകൾ പഠിച്ചെടുക്കണം പ്രിയപ്പെട്ടവരെ. അത്താഴം കഴിക്കുമ്പോ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഉമ്മമാരെ, നാളെ മുതൽ അത്താഴം കഴിക്കുന്ന ഈ സുന്നത്തുകൾ നമ്മളെ പാലിക്കണം ഉമ്മമാരെ. ചെറുപ്പക്കാരാ, ഈ സുന്നത്തുകൾ നമ്മളെ പാലിക്കണം ചെറുപ്പക്കാരാ. നിന്റെ ഭർത്താവിന് പറഞ്ഞു കൊടുക്കണം പെണ്ണേ, നിന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാരന് പറഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ, നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. അല്ലാഹുവിന്റെ ഹബീബ് വീണ്ടും പറയട്ടെ, ഒരു സമയത്ത് ഒരാളെ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അല്ലാഹുവേ, അല്ലാഹുവും അവന്റെ മലക്കുകളും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുകയാ, അവരുടെ പേരിൽ
സ്വലാത്ത് ചൊല്ലുകയാണ്. ഇന്നല്ലാഹ വ മലായികതഹു, ശ്രദ്ധിച്ചു കേൾക്കുക, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൽ മുതസഹിരീൻ. യജമാനനായ അല്ലാഹുവിന്റെ മാലാഖമാര് സ്വലാത്ത് ചൊല്ലുന്നൊരു വിഭാഗമുണ്ട് ഉമ്മത്തെ. അല്ലാഹു സ്വലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹു പൊറുക്കലിനെ തേടുന്ന ഒരു വിഭാഗമല്ല സ്വഹാബ. അല്ലാഹുവിന്റെ മലക്കുകളെ പൊറുക്കലിനെ തേടുന്നൊരു വിഭാഗമല്ല സ്വഹാബ. അല്ലാഹുവും അല്ലാഹുവിന്റെ മാലാഖമാര് പൊറുക്കലിനെ തേടുന്നൊരു വിഭാഗമുണ്ട് സ്വഹാബ. ആ വിഭാഗമാരാ? അലൽ മുതസഹിരീൻ, അലൽ മുതസഹിരീൻ. അവര് അത്താഴ സമയത്ത് അത്താഴം കഴിക്കുന്നവരാ. പുലർച്ചെ സമയത്ത് നോമ്പിനവരെ ഭക്ഷണം കഴിക്കുന്നവരാ. പുലർച്ചെ സമയത്ത് നോമ്പിനവരെ അത്താഴം കഴിക്കുന്നവരാണ്. അത്താഴം കഴിക്കുന്ന ഉമ്മാക്കും ബാപ്പാക്കും അത്താഴം സുന്നത്താണ്. ആ അത്താഴം കഴിക്കുന്ന ആളുകൾക്ക് വേണ്ടി അല്ലാഹു പൊറുക്കലിനെ തേടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ മാലാഖമാരെ പൊറുക്കലിനെ തേടുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ. ഇനി നിങ്ങളെ ചിന്തിക്കുക, അത്താഴം ഞാൻ കഴിക്കണോ അതോ ഉപേക്ഷിക്കണോ? ഉറക്കം വന്നതിന്റെ പേരില് ഞാൻ അത്താഴം കഴിക്കാതെ കിടന്നുറങ്ങണോ? ഉറക്കം വന്നതിന്റെ പേരില് ഞാൻ അത്താഴം കഴിക്കാതെ കിടന്നുറങ്ങണോ? ക്ഷീണം വന്നതിന്റെ പേരില് ഞാൻ അത്താഴം കഴിക്കാതെ കിടന്നുറങ്ങണോ എന്ന് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണോ. കാരണം ആ സമയത്ത് ഒരാൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിനോട് മലക്കുകൾ പറയാണ്, റബ്ബേ, പുലർച്ചെ സമയത്ത് സുബഹിയുടെ മുന്നേ എഴുന്നേറ്റിട്ടവൻ അത്താഴം കഴിച്ചല്ലോ, അവന് പുറത്തു കൊടുക്കണേ അല്ലാ. നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ ചൊല്ലി, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ അത്താഴം കഴിക്കുകയില്ലേ? അത് പറയും. ചില ആളുകളുണ്ട്, എത്ര വിളിച്ചാലും സമയം എത്രയായി? 4:45, 5 കൂടിയും കിടക്കുക, എന്നിട്ട് ഒന്നുകൂടിയും കിടക്കും, എന്നിട്ട് 4:50, 5 മണി, ഇനിയിപ്പൊ ടൈമില്ല, ഇനി അത്താഴം കഴിക്കൊന്നും വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങും. അത്താഴം കഴിക്കല് സുന്നത്താണ്. അത്താഴം കഴിക്കല് സുന്നത്താണ്. അത്താഴം കഴിച്ചോ എന്ന കഴിച്ചോൽക്ക് വേണ്ടി അള്ളാഹുവും അവന്റെ മലക്കുകളും പൊറുക്കലിനെ തേടും. നമ്മൾ അള്ളാഹുവിനോട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതും അള്ളാഹു ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അള്ളാഹിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി അസ്തഗ്ഫിറുല്ലാഹ് പറയണം. യുസല്ലൂന അലൽ മുതസഹിരീൻ, അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലും. സ്വലാത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ പൊറുക്കലിനെ തേടുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമുക്കിട അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തിൽ അങ്ങനെയല്ല. അള്ളാഹു നമുക്ക് പൊറുത്തു തരുന്നതാണ്, മലക്കുകൾ നമുക്ക് പൊറുക്കലിനെ തേടണം. അപ്പൊ പറയും, ഇനി കഴിക്കോയില്ലേ? കഴിക്കൂലേ? എന്ന കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകൾ ഇനി അതുകൂടി പറയാം. അതുകൂടി ശ്രദ്ധിക്കണം കേട്ടോ. കഴിക്കോയില്ലേ? ഞാൻ കഴിക്കൂല, ഇപ്പൊ കഴിക്കണ്ട, അത്താഴേ പറഞ്ഞത്. ഇനിയിപ്പോ പടച്ചോനെ ഞാൻ അത്താഴം കഴിച്ചിട്ടില്ല, ഞാൻ വേഗം കഴിച്ചേട്ടെ, ഉണ്ടാകാതെ അവിടെ ഇരുന്നോളി. അത്താഴത്തിനൊരു സമയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അത്താഴം കഴിക്കല്? ഇപ്പൊ നിങ്ങൾ അങ്ങനെ പറയണ്ട, ഉസ്താദ് ഇപ്പൊ അത്താഴം കഴിക്കല് സുന്നത്താണെന്ന് പറഞ്ഞാണ്. പണ്ടൊരാള് പിന്നെ വുളു എടുത്തുകാണ്ട് മുത്തുനബിന്റെ സുന്നത്തുണ്ട്. വുളു എടുത്താണ്ട് വെള്ളം കുടിച്ച കഥ നിങ്ങൾക്ക്? അങ്ങനെ അങ്ങനെ ഒരാളുണ്ട്. പണ്ടൊരാള് വുളു എടുത്താണ്ട് എന്ത് ചെയ്തു? വുളുവിന്റെ സുന്നത്തുണ്ട്. വുളു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തുണ്ട്. എന്ത്? വുളു എടുത്തു കഴിഞ്ഞാല് വുളു എടുത്ത വെള്ളം, അതിനാണ് വളു എന്ന് പറയാം. വുളു എടുക്കുന്ന വെള്ളത്തിനാണ് വളു എന്ന് പറയാം അറബിയിൽ. ആ വളുയിൽ നിന്ന്, വുളു എടുത്ത വെള്ളത്തിൽ നിന്ന് അല്പം കുടിക്കലെന്നുണ്ട്, സുന്നത്തുണ്ട്. അപ്പൊ ഇയാള് നോമ്പ് വെച്ചുകാണ്ട് ഞാൻ ആ സുന്നത്ത് എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വുളുവിന്റെ സുന്നത്ത്, വുളു എടുത്ത വെള്ളത്തിന്റെ ലാസ്റ്റ് ഭാഗം കുറച്ച് കുടിച്ച്, ഹയ്യട മനമേ, എങ്ങനെയുണ്ട്? സുന്നത്തൊക്കെ പറ്റും, പക്ഷെ അത് നോമ്പിന് പറ്റൂല. അത് ശ്രദ്ധിക്കണം. വുളുവിന്റെ സുന്നത്ത് എടുക്കട്ടെ.
അങ്ങനെയല്ല. അപ്പൊ അത്താഴം കഴിച്ചിട്ടില്ല, അത്രയും വലിയ സുന്നത്ത് അത്താഴം കഴിക്കല്. ഇന്ന കുറച്ച് കാട്ടിക്കങ്ങട്ട് ചോറ് ഇപ്പൊ വേണ്ട, അത് ആ ടൈമിൽ കഴിക്കുക. അത്താഴം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കേട്ട് എഴുതിക്കണുണ്ടോ? എഴുതിച്ചോളി. ഞാനിതൊക്കെ രാത്രി കഷ്ടപ്പെട്ട് ഓരോ ഹദീസും ഓരോ പുസ്തകങ്ങളും ഹദീസുകളൊക്കെ നോക്കിയിട്ടാണ് ഇത് രാത്രി നട്ടപ്പാതിരിക്ക് എഴുതിണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ എഴുതിയാക്കിട്ടോ, നല്ലതുപോലെ പഠിക്കട്ടോ. ഈ വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്തുണ്ട്, നല്ല പണിയുണ്ട്. ഓരോന്ന് ഇന്ന് പറഞ്ഞതിനപ്പോ നാളെ പറയാൻ പറ്റൂലല്ലോ. ദിക്റാണെങ്കിൽ ദിക്റ് ഇപ്പൊ ഇന്ന് ചെല്ലേന് നാളെയും ചെല്ല. ഇതിപ്പം ഇന്ന് പറഞ്ഞ നാളെ പറഞ്ഞ അത് മൂലം ഇന്നലെ പറഞ്ഞാണ്ട് നിങ്ങൾ പോകും. അതുകൊണ്ട് പുതിയ കിട്ടണ്ടേ. അപ്പൊ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണം. നിങ്ങൾ നല്ലോണം പഠിക്കണം കേട്ടോ, അതിനനുസരിച്ച് ചെയ്യണം. നിങ്ങൾ ദ്വാരുന്നാ മതി കേട്ടോ, വേറൊന്നും വേണ്ട, ദ്വാരുന്നാ മതി. അപ്പൊ അത്താഴം എന്നുള്ളത് ശക്തമായ സുന്നത്താണ്. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം കൂടും. നല്ലോണം ശ്രദ്ധിച്ചോളി, നല്ല എനർജി കിട്ടും, നല്ല ആരോഗ്യം കിട്ടും. നമ്മുടെ ബോഡിക്ക്, നമ്മുടെ ശരീരത്തിന് നല്ല ഊർജം കിട്ടും. എന്ത്? അത്താഴം കഴിച്ചാലേ. പഴയ കാലത്തില്ല, ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിലപ്പോ പറയും പയങ്കഞ്ഞി കുടിച്ചാറുണ്ട്. പയങ്കഞ്ഞി കുടിച്ചാന്ന്. കാരണം എന്താ? പയങ്കഞ്ഞി കുടിച്ചാന്ന് പറയും. കാരണം പയങ്കഞ്ഞി കുടിച്ചവർക്ക് ഭയങ്കര പവറേ കാരണം, ഭയങ്കര മസിലേ കാരണം. ഇങ്ങനെയാണോ? അപ്പൊ അത്താഴ സമയത്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ല ഊർജ്ജമാണ്, നല്ല എനർജി കിട്ടും, നല്ല ശക്തി കിട്ടും. അതുകൊണ്ടാണ് ആ സമയത്ത് ഭക്ഷണം സുന്നത്താക്കിയത്. ആ സമയത്ത് അത്താഴം കഴിക്കല് എന്തുകൊണ്ടാ? ഒരു ഈത്തപ്പഴം കൊണ്ട് അത്താഴം കഴിക്കല് വല്ലാത്ത സുന്നത്താണ്. പടച്ചോനെ കുടുങ്ങിയല്ലോ, ഈത്തപ്പഴം കൊണ്ടോ? ഈത്തപ്പഴം കൊണ്ട് തന്നെ. പിന്നെ നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി, കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ ബിരിയാണി തിന്നോളി, അല്ലെങ്കിൽ മന്തി റൈസ് തിന്നോളി, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് തിന്നോളി. പിന്നെ എന്തൊക്കെയല്ലേ എന്തൊക്കെയല്ലേ അതൊക്കെ തിന്നോളി. പക്ഷെ തുടക്കം ഈത്തപ്പഴം കൊണ്ടാവണം. അത് സുന്നത്ത് കിട്ടും, അത് സുന്നത്ത് കിട്ടും, അത് സുന്നത്താണ്. അപ്പൊ തുടക്കം എന്തുകൊണ്ടായിരിക്കണം? അത്താഴം കഴിക്കേണ്ട തുടക്കം എന്ത്? സ്റ്റാർട്ടിങ് എന്തുകൊണ്ടായിരിക്കണം? ഈത്തപ്പഴം കൊണ്ടായിരിക്കണം കേട്ടോ. ഒരു ഈത്തപ്പഴം. നമ്മുടെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, നിങ്ങൾ ഉറക്ക സ്വലാത്തില്ലേ? ഇങ്ങോട്ട് കേക്കട്ടെ, ഞാൻ പറയണ അങ്ങോട്ട് കേൾക്കണില്ലേ? ഉറക്ക ചൊല്ലി. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു ഈത്തപ്പഴം കൊണ്ട് അത്താഴം കഴിക്കൽ സുന്നത്താണ്. ഇനി ഒരു ഈത്തപ്പഴം മാത്രം കഴിച്ചിട്ട് കിടക്കുന്ന എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ അതിന്റെ ശേഷം ഭക്ഷണം കഴിച്ചോളി. കഞ്ഞി കുടിക്കുകയാണെങ്കിൽ കഞ്ഞി കുടിച്ചോളി. പിന്നെ തരി ഉണ്ടാക്കുകയാണെങ്കിൽ, തരി അറിയില്ലേ? പഠിച്ചോനെ, എന്റെ ഉമ്മയ്ക്ക് എനിക്ക് ഒന്നും തരി ഉണ്ടാക്കി തന്നീനി. അല്ലാഹുമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ, അല്ലാഹുമ്മാക്ക് സ്വർഗം കൊടുക്കട്ടെ. ഞങ്ങൾ എന്നിട്ട് പറഞ്ഞു ഇന്നും തരി തന്നെയാ. കാരണം എന്നും ഇപ്പത്തൊക്കെ തരി കുടിച്ചാൽ പൂതിയായെന്ന് തുടങ്ങി. കാരണം അന്ന് എന്നും തരിയനി, എന്നും തരി. നമ്മൾ പറഞ്ഞു ചോദിച്ചു, ഇന്നും തരി തന്നെയാ. ആ തരിയിൽ ഇങ്ങനെ കയ്യിലിട്ട് ഇങ്ങനെ അളക്കും അടി കൂടെ. എന്തിന്? വല്ല അണ്ടിപ്പരിപ്പും മുന്തിരി അടിയിലുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ബർക്കത്തിന് ചിലപ്പോ ഒന്നും ഉണ്ടായാ കിട്ടി, കിട്ടിയാ കിട്ടി. അതിനെന്നെ ഞാനും കാക്കി അതിനും തല്ലേ കയറും. കിട്ടിയാ കിട്ടി. അങ്ങനെയാണ്, ഭാഗ്യം പോലെ ഉണ്ടാവും. അപ്പൊ തരി കഴിക്കേ, അല്ലെങ്കിൽ കഞ്ഞി കുടിക്കേ, അല്ലെങ്കിൽ ചോറ് തിന്നേ, ഇനി തലേന്നത്തെ ഉണ്ടാക്കിയത് കഴിക്കേ, എന്തും ചെയ്തോളി. പക്ഷെ തുടക്കം ഈത്തപ്പഴം കൊണ്ടായിരിക്കണം. കാരണം എന്താ? അത്താഴത്തിന്റെ സുന്നത്ത് പറയട്ടെ, ശക്തമായ സുന്നത്താണ് അത്താഴം, ശക്തമായ സുന്നത്താണ് അത്താഴം. അത്താഴം കഴിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലൊരു നിയ്യത്ത് കരുതുക, ഇത് സുന്നത്തായ അത്താഴം ഞാൻ കഴിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ ശക്തമായ സുന്നത്താണ്. നമ്പർ 1 എഴുതി വെച്ചോളി, എഴുതി വെക്കി. നമ്പർ 1 പോയിന്റ് 1 എഴുതി വെക്ക. അത്താഴം കഴിക്കുമ്പോ അത്താഴം എന്ന സുന്നത്തിനെ ഞാൻ കഴിക്കുന്നു, ഞാൻ വീട്ടുന്നു എന്ന നീയത്ത് വെച്ച് അത്താഴം കഴിക്കൽ. അപ്പൊ ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർളിന്റെ പ്രതിഫലം മറക്കണ്ടട്ടോ. അപ്പൊ ചോറ് തിന്നാൽ, ചോറ് ഭക്ഷണം കഴിക്കുമ്പോ, ഈത്തപ്പഴം കഴിക്കുമ്പോ ആ ഒരു നീയത്ത് വെച്ചാൽ വരെ ഫർളിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരാൻ. ഇത് റമദാനിലെ ഓഫറാണ്. അപ്പൊ ഒന്നാമത്തെ നീയത്ത്, ഒന്നാമത്തെ സുന്നത്ത് എഴുതി വെക്ക. എന്ത്? നീയത്ത് വെക്ക. എന്താ നീയത്ത് വെക്കേണ്ടത്? എന്താ നീയത്ത് വെക്കേണ്ടത്? അതും മനസ്സിലാക്കുക, അതും എഴുതി വെക്ക. എന്താ നീയത്ത്? അത്താഴം എന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു, അത്താഴം എന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. അത് മുത്തുനബിയുടെ സുന്നത്താണ്. നമ്പർ 1. നമ്പർ 2 ഏതാ? നമ്പർ 2 എന്താണ്? നിങ്ങളെ ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ടവരെ. അതേ, ഈത്തപ്പഴം കൊണ്ടായിരിക്കുക രണ്ടാമത്തെ സുന്നത്ത്. രണ്ടാമത്തെ സുന്നത്ത് ഈത്തപ്പഴം കൊണ്ടായിരിക്കുക. ഈത്തപ്പഴം കൊണ്ടായിരിക്കണം ആദ്യം നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കുഴപ്പമില്ല. ഇനി ഒരാളെ ഭക്ഷണം
കഴിച്ചു എന്നാലും കുഴപ്പമില്ലാത്ത ആയത്തിന്റെ പ്രതിഫലം കിട്ടുന്നതാ. ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു എന്നാലും അത്താഴം കഴിച്ചതിന് പ്രതിഫലം കിട്ടുന്നതാ. പക്ഷേ അതെല്ലാം പരിപൂർണമായ പ്രതിഫലം എവിടെയാണ്? ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിച്ചത് ഈത്തപ്പഴമാണ്. അതുകൊണ്ട് ഒരു ഈത്തപ്പഴം കൊണ്ട് അത്താഴം കഴിക്കുന്നത് തുടങ്ങാൻ പറ്റുന്ന ആളുകളൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് ഉള്ളവരങ്ങനെ ചെയ്തോളി. ഉള്ളവര് കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾക്ക് നോമ്പ് തുറക്കാന് 30 കാരക്ക കണക്കേകരം. 30 കാരക്ക. അതുകൊണ്ട് എന്തോ പറ്റില്ലെന്നോ, ഈ കാരക്ക കട്ടുന്ന പറ്റൂല. അല്ലാതെ ഈ അണ്ടിപ്പരമ്പും മുന്തിരിയൊക്കെ ഞങ്ങൾ കാണാതെ ഉമ്മ എവിടെയെങ്കിലും കൊണ്ടേക്കും. കാരണം അത് ചെറുപ്പത്തിൽ എവിടെ കണ്ടാലും പിന്നെന്ത് ചെയ്യും, ഞങ്ങൾ പൊക്കും. ഇല്ലേ പറയാലോ, കാരക്ക പൊക്കാൻ പറ്റൂല. കാരണം കാരക്ക 30 എണ്ണം, അത് അന്നത്തെ കാലല്ലേ, 30 എണ്ണം കറക്റ്റ് ഏകരം ഉണ്ടാകുക. ആ 30 എണ്ണത്ത് ഒന്നെടുത്തിട്ട് അത് പൊളിച്ച് 3-4 പീസാക്കും നോമ്പ് തുറക്കണ സമയത്ത് ഉമ്മച്ചി. എന്നിട്ട് അതിന്നില്ല പീസ് എടുക്കരം ഞാനും മറ്റുള്ള എല്ലാവരും കഴിക്കുക. അതിന് ഏതെങ്കിലും ഒന്ന് പോയാൽ അപ്പൊ പൊക്കും. കാരണം അത് 30 കറക്റ്റേ കയറാം. വേറെ ഉള്ളത് തോനുണ്ടാകുമ്പോ അതിന് 2-3 എണ്ണം പൊക്കിയാലും പിടിച്ചൂല, കള്ളനെ പിടിച്ചൂല. മറ്റേതെന്ത് ചെയ്യും, പൊക്കുമ്പോ എന്നെ തന്നെ പൊക്കുള്ളൂ. കാരണം ഉമ്മക്കറിയാം ഞാനേ എടുക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈത്തപ്പഴം പറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈത്തപ്പഴം കൊണ്ട് തുടങ്ങാം. അല്ലാഹുമ്മക്ക് സ്വർഗം കൊടുക്കട്ടെ. ഈത്തപ്പഴം കൊണ്ട് തുടങ്ങാൻ പറ്റുമെങ്കിൽ അത് തുടങ്ങാം കേട്ടോ. പിന്നെ നമുക്ക് എന്ത് പറ്റും, അപ്പൊ കുറച്ച് ഈത്തപ്പഴേ ഉള്ളൂ, നോമ്പുറക്കാൻ ഈത്തപ്പഴേ ഉള്ളൂ, അങ്ങനത്തെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ പ്രശ്നമില്ല കേട്ടോ. ഇനിയിപ്പോ അത്താഴത്തിന് വിളിച്ചാണ്ട് മൂപ്പരെ വിളിച്ചാണ്ട് ഉസ്താദ് പറഞ്ഞാണ് ഈത്തപ്പഴം കൊണ്ടാണ് സുന്നത്ത്. എന്നിട്ട് മൂപ്പര് നല്ല ബ്രഷൊക്കെ ചെയ്ത് നല്ല റാഹത്തിൽ വന്നിങ്ങനെ ഇരിക്കുക. ചോറ് കൊണ്ടരേ. അപ്പൊ നോക്കിയപ്പോണ്ട് ഒരു ഈത്തപ്പഴം മുന്നിൽ ഇങ്ങനെ. അല്ല ഇവിടെ ചോറ്, ഇവിടെ ഈത്തപ്പഴം സുന്നത്ത് ഈത്തപ്പഴമാണ്. ഒരു ഈത്തപ്പഴം കൊണ്ട് തുടങ്ങിക്കോളി, ചോറ് ബാക്കിൽ വരണം, അത് വേറെ ബാക്കിൽ വരണം. ഒരു ഈത്തപ്പഴം ഉണ്ടായിക്കോട്ടെ, അത് സുന്നത്താണ്, തുടങ്ങുന്ന സുന്നത്താണ്, അതുകൊണ്ട് തുടങ്ങാം. അല്ലാതെ അത് മാത്രം കൊടുത്ത് ഈത്തപ്പഴമാണ് സുന്നത്ത്, നീച്ചു പോയി അവിടുന്ന് അങ്ങനെ പറയരുത് കേട്ടോ. ചോറ് കൊടുക്കണം, പാവാണ്. ആ സമയത്ത് ഭക്ഷണം കഴിക്കട്ടെ, നല്ല എനർജി ഉണ്ടാവട്ടെ, നല്ല ഉഷാറുണ്ടാവട്ടെ, നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ജോലിക്ക് കൂടി തരുമല്ലോ. ജോലിക്ക് കൂടി തരലുണ്ടോ? ഉണ്ടോ? നാളെ ശനിയാഴ്ചയാണ്, മറ്റന്നാൾ ഞായറാഴ്ചയാണ്, ലീവാണ്, വെറുതെ വിടണ്ട. അടുക്കളകളെ കയറ്റിക്കോളി. എന്നിട്ട് കൊടുക്കി, പത്രിക്കോയിലോട് കൊടുക്കി. ഇപ്പൊ പത്രിക്കോയിലൊന്നുമില്ല, ഇപ്പൊ മെഷീനല്ലേ, മെഷീനല്ലേ ഇപ്പൊ മെഷീനല്ലേ. പ്രസ് ചെയ്യുന്ന മെഷീനല്ലേ, മെഷീനോട് കൊടുക്കി. ഞായറാഴ്ച ലീവല്ലേ, ഒറ്റ ഒന്നിനും വെറുതെ വിടണ്ട, അടുക്കളയിൽ കയറ്റി കൂടിയല്ലേ. നിങ്ങൾ ലീവ് അറിയും, ഇവര് പുറത്തു പോയി നമുക്ക് വേണ്ടിട്ട് ജോലി എടുക്കാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അല്ലാഹുവേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടാമത്തെ അത്താഴത്തിന്റെ രണ്ടാമത്തെ സുന്നത്താണ് ഈത്തപ്പഴം കൊണ്ടായിരിക്കുക. ഒന്നാമത്തെ സുന്നത്ത് നമ്മൾ പറഞ്ഞു. എന്തേലും ഒന്നാമത്തെ സുന്നത്ത് എന്താ? നിങ്ങൾ ഓർമ്മ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ അപ്പൊ നിർത്തുകയാണ്. ഒന്നാമത്തെ സുന്നത്ത് എന്താ ഒന്നാമത്തെ സുന്നത്ത്? ഒന്നാമത്തെ സുന്നത്ത് ഇപ്പൊ ഞാൻ ചോദിച്ചു, നീയത്ത്. ഓക്കെ, അപ്പൊ ഓർമ്മയുണ്ട്. രണ്ടാമത്തെ സുന്നത്ത് എന്താ? ഈത്തപ്പഴമാവുക എന്നുള്ളത് അല്ലേ. ഇനി മൂന്നാമത്തെ സുന്നത്ത് പറയട്ടെ. അത്താഴത്തിന്റെ സമയമുണ്ട്, മുഴുവൻ സമയത്തും അത്താഴം കഴിക്കാം. അഥവാ പുലർച്ചെ സുബഹിയുടെ മുന്നേ മുഴുവൻ സമയത്തും അത്താഴം കഴിക്കാം. പക്ഷേ അതിന് പ്രധാനപ്പെട്ട ഒരു സമയമുണ്ട് സ്വഹാബാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്താഴം കഴിച്ചത് ഏത് സമയത്താണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്താഴം കഴിച്ചത് ഏത് സമയത്താണ്? അത് സുബഹിയുടെ തൊട്ട് മുന്നേ ആണ്, നേരത്തെയല്ല, വൈകിട്ടുമല്ല. എങ്ങനെ? ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പല്ല, ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടാവും. വാരി കഴിക്കാണ്, കറിയും ചോറും പ്ലേറ്റ് ഒക്കെ കൊടുന്ന് വെച്ച് അതേ മരക്കനുണ്ടാവും. ഇത് കൊടുന്ന് വെച്ചാൽ തട്ടാൻ പ്ലേറ്റ് വേറെ കറി വെച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കാനായി. എന്നിട്ട് ഒറ്റ കഴിക്കലാണ്. അങ്ങനെയല്ല, അത്താഴം കഴിക്കുമ്പോ അതിന്റെ മര്യാദക്ക് കഴിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്താഴം കഴിച്ചത് എങ്ങനെയാ? മഹാനായ സഅദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, തസഹറനാ മഅ റസൂലില്ലാഹ്
ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങൾ അത്താഴം കഴിക്കാറുണ്ടായിരുന്നു. എപ്പോഴാണ് മുത്തുനബി അത്താഴം കഴിക്കാറുള്ളതെന്നറിയോ? അത്താഴം കഴിച്ചിട്ട് നേരെ പോയി കിടന്നുറങ്ങാറില്ല. അത്താഴം കഴിച്ചിട്ട് നേരെ പോയി റെസ്റ്റ് എടുക്കാറില്ല. അത്താഴം കഴിഞ്ഞിട്ട് നേരെ വ്യായാമത്തിൽ ഓടാറില്ല. അത്താഴം കഴിച്ചിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഇടപഴകാറില്ല. അത്താഴം കഴിച്ച ഉടനെ പിന്നെ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരത്തിലേക്ക് മുത്തുനബി പോകുമായിരുന്നു. അതല്ലെങ്കിൽ നിസ്കാരത്തിലേക്ക് മുത്തുനബി പോകുമായിരുന്നു. ഖീല ചോദിക്കുകയാണ്, കംകാര ബൈനഹുമാ, ആ താഴത്തിന്റെയും സുബഹി നിസ്കാരത്തിന്റെയും ഇടയിലെ എത്ര സമയം ഗ്യാപ്പ് ഉണ്ടായിരുന്നു സ്വഹാബ? ബഹുമാനപ്പെട്ടവരെ പറയുകയാണ്, ഖാല 50 ആയാ, 50 ആയാ, 50 ആയത്തോതാനുള്ള സമയമുണ്ടായിരുന്നു. അങ്ങനെയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിച്ചിരുന്നത്. എങ്ങനെ? അത്താഴം കഴിച്ചതിന് ശേഷം 50 ആയത്തിന് ഓതാനുള്ള സമയം ബാക്കിയാകുമായിരുന്നു. ആ 50 ആയത്ത് കൊടുത്താൽ ബാങ്ക് കൊടുക്കും. അപ്പൊ അത്ര സമയത്തിന്റെ ഇടക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിക്കാറുള്ളത്. അപ്പൊ പറ്റുമെങ്കിൽ അതിന്റെ മുന്നിൽ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് കണ്ട് ഒരുങ്ങിക്കൊണ്ട് കേട്ടോ. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം അത്താഴം കഴിക്കാനുണ്ട്. മനസ്സിലായോ? അപ്പൊ അത്താഴം എപ്പോഴാണ് കഴിക്കേണ്ടത്? ചില ആളുകൾ 3 മണിക്ക് അലാറം വെച്ച് കഴിക്കും, 4 മണിക്ക് അലാറം വെച്ച് കഴിക്കും, അല്ലേ? 5 മണിക്ക് അലാറം വെച്ച് കഴിക്കും. 5:30 അലാറം വെച്ചാൽ അത്താഴം കിട്ടൂല, സുബഹി നിസ്കാരം കിട്ടും, അത്താഴം കിട്ടൂല. അതിന്റെ ഇടക്ക് മൊല്ലാക്ക ഉസ്താദ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കും. അപ്പോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാതെ തഹജ്ജുദ് നിസ്കരിക്കുക. തഹജ്ജുദ് നിസ്കാരത്തിനൊക്കെ വലിയ പ്രതിഫലം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം. തഹജ്ജുദ് നിസ്കാരത്തിന്റെ പ്രതിഫലം പറയുന്നത് അത് കേട്ടാ നിങ്ങൾ തഹജ്ജുദ് മുടക്കൂല. ഉറപ്പാണ്. അത് കേട്ടാ നിങ്ങൾ മുടക്കൂല. ഇൻഷാ അല്ലാഹ് അത് പറഞ്ഞുതരാം. പറഞ്ഞോ വേണ്ട ഉസ്താദേ, ഞങ്ങൾക്ക് കടന്നുറങ്ങണം അല്ലേ? പറഞ്ഞുതരാം. ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ. അപ്പോ അത്താഴം കഴിച്ചിട്ട് ഒരു 50 ആയത്തോതാൻ, അത് ഓരോരുത്തർക്കും ഓരോ സമയക്കരം. ചില ആളുകൾക്ക് 50 ആയത്തോതണെങ്കിൽ എന്ത് വേണ്ടി വരും? 10 മിനിറ്റ് വേണ്ടി വരും. സാവകാശം ഇങ്ങനെ ഓതണം. അപ്പൊ ഓരോരുത്തർക്ക് എത്രയാണ് സമയം? അത് അവനവൻ ആലോചിച്ചാൽ മതി. ചില ആളുകൾക്ക് 5 മിനിറ്റ്, ചില ആളുകൾ ഇപ്പോ 1 മിനിറ്റ് കൊണ്ട് തീരും, 2 മിനിറ്റ് കൊണ്ട് തീരും. ചെറുപ്പറാന്ന് ഓതണം. അപ്പൊ എങ്ങനെയാവാ? സുബഹി നിസ്കാരത്തിന്റെ മുമ്പ് ഒരു 50 ആയത്തോതാൻ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് ഒരു ഗ്യാപ്പ്. അതിന്റെ ഇടക്കാണ് അത്താഴം കഴിക്കേണ്ടത്. ഇത് 3ാമത്തെ സുന്നത്താണ്. 3 സുന്നത്ത് ഇപ്പൊ പറഞ്ഞു അല്ലേ? 3 സുന്നത്ത് ഇപ്പൊ പറഞ്ഞു. ഒന്നെന്താണ്? നിയ്യത്ത് വേണം. രണ്ടാമത്തത് ഭക്ഷിക്കേണ്ട വസ്തു ഈത്തപ്പഴം കൊണ്ട് തുടങ്ങണം. ഈത്തപ്പഴം തന്നെയാണ്, ഈത്തപ്പഴം കൊണ്ട് തുടങ്ങുന്ന സുന്നത്താണ്. നമ്പർ 3 എന്താണ്? അതിന്റെ ടൈം എപ്പോഴാണ്? അത്താഴത്തിന്റെ കറക്റ്റ് ടൈം എപ്പോഴാണ്? അത് നമ്മൾ പറഞ്ഞില്ലേ? ഇനിയോ 4ാമത്തത് പറയട്ടെ. അത്താഴം കഴിക്കുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തുണ്ട്. അത്താഴം കഴിക്കുന്ന സമയത്ത് സുഗന്ധം ഉപയോഗിക്കൽ, അല്പം സുഗന്ധം ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കൽ സുന്നത്താണ്. നോമ്പുകാരന് ഒരിക്കലും സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്തില്ല, സുറുമ എഴുതൽ സുന്നത്തില്ല. പക്ഷേ രാത്രി സമയത്ത് സുറുമ എഴുതാ കുഴപ്പമില്ല. രാത്രി സമയത്ത് ബെഡ്റൂമിലേക്ക് പോകുമ്പോ അത്തർ ഉപയോഗിക്കാ കുഴപ്പമില്ല. അത്താഴത്തിന്റെ സമയത്തും അത്തർ അല്പം ഉപയോഗിക്കാ കുഴപ്പമില്ല. സുഗന്ധം ഉപയോഗിക്കല് നല്ലതാണ്, അത് സുന്നത്താണ്.
ഇനി അടുത്തത് പറയട്ടെ. 4 പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഇനി 5ാമത്തെ പോയിന്റ് ഉണ്ട്. ഒരുമിച്ച് കഴിക്കൽ സുന്നത്താണ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. ഒരുമിച്ച് അത്താഴം കഴിക്കൽ സുന്നത്താണ്. ഒരുമിച്ച് അത്താഴം കഴിക്കൽ സുന്നത്താണ്. ഉമ്മമാരെ, പലപ്പോഴും വീട്ടിൽ നിന്ന് സ്നേഹങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നത് അങ്ങനെയാണ്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമകളും അമ്മായിമ്മയും പരസ്പരം സ്നേഹം നഷ്ടപ്പെടുന്നത് തടയാൻ നിങ്ങൾക്കൊരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ. ആ വീട്ടിലെ ഉമ്മയും ആ വീട്ടിലെ മരുമകളും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ആ വീട്ടിലെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ വീട്ടില് പിന്നെ കലഹങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ 1 മാസം നിങ്ങളത് പരീക്ഷിച്ചു നോക്കിയേ പ്രിയപ്പെട്ടവരെ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കണേ. അത് കുടുംബത്തിൽ വലിയ ബറക്കത്താ. അത് കുടുംബത്തിൽ വലിയ ഐശ്വര്യമാ. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കുടുംബം ഏതാണ്? ആ കുടുംബത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ നാളെ പരലോകത്ത് വെച്ച് ശുപാർശ ചെയ്യുമെന്നാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിൽ വലിയ സുന്നത്താണ്. ഇത് ഉമ്മ അടുക്കളയിലാണ്, വലിയുമ്മ വേറെ സ്ഥലത്താണ്, മക്കള് വേറെ സ്ഥലത്താണ്, മരുമകൾ വേറെ സ്ഥലത്താണ്, പേരക്കുട്ടികൾ വേറെ സ്ഥലത്താണ്. ടേബിൾ ഒറ്റക്ക് ഇപ്പൊ അങ്ങനെയായി മാറി. ടേബിളും ഒന്നുമില്ല. ടേബിളിന് 4 ഗ്ലാസ് ഉണ്ടാവും, ഒരു ജഗ് വെള്ളം ഉണ്ടാവും. അത് അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ വെക്കണ ഒരു ജഗ് വെള്ളം അവിടെ ഉണ്ടാവും. എന്നിട്ട് ആ ടേബിളിന് ഫോൺ വെച്ചിട്ട് ഇങ്ങനെ കേൾക്കും. ആയിക്കോട്ടെ, കേട്ടോളി, സന്തോഷം. ടേബിൾ ഇപ്പൊ ഫ്രീ ആയി. ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ ആർക്കും ടേബിൾ വേണ്ട. അപ്പൊ ഉമ്മ എന്ത് ചെയ്യും? അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പാചകം ചെയ്യുന്ന സമയത്ത് ഉപ്പും രസവും കൂട്ടി 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 ഉമ്മാന്റെ വയറിഞ്ഞിണ്ടാവും. എനിക്ക് പഞ്ഞി ചോറൊന്നും അത്തായൊന്നും വേണ്ട. എന്നിട്ട് ആ ഇരുത്തത്തിൽ തന്നെ 2 ഗ്ലാസ് ചാലിക്കായ വലിച്ചാട് കുടിച്ചു. അല്ലെ, പലരും അങ്ങനെയല്ലേ ചെയ്യാറുള്ളത്. ചില ആളുകൾ അങ്ങനെയാണ്. വലിപ്പാക്ക് പിന്നെ ഉപ്പാക്ക് പിന്നെ ഒരു കട്ടൻ ചായ, പിന്നെ ഒരു ദിനേശ് ബീഡി, അല്ലെങ്കിൽ ഒരു സിഗരറ്റും കുറ്റി. ചില ആളുകൾ തറാവി കഴിഞ്ഞ ഒരൊറ്റ പാച്ചില എങ്ങോട്ടത് പായുന്നത് വലിച്ചു വിടാ, പുറത്തു വിടാൻ വേണ്ടിയിട്ട്. ഏതായാലും പുറത്തു പോകണ്ട, വലിയ സമാധാനം പറയാം. വലിയൊക്കെ നിർത്തിക്കളി നോമ്പോട് കൂടെ. വെറുതെ രോഗം ഉണ്ടാക്കാൻ നിൽക്കണ്ട. വലിയൊക്കെ വെറുതെ അതൊക്കെ നിർത്തിക്കളി. നോമ്പോട് കൂടെ അതൊക്കെ ഒഴിവാക്കി കളി. അത് മാത്രം പറയല് ഉസ്താദേ എന്ന് പറയുന്നത്. നാള് ഒരു ഉപ്പാനോട് പറഞ്ഞു ഞാന്, ഉപ്പ ഒരു ഉമ്മനോട് വന്ന് പറഞ്ഞാണ്, ഡോക്ടർ പറഞ്ഞത് ഹാർട്ടിന് പ്രോബ്ലം ആണ്, അതുകൊണ്ട് ഉസ്താദ് പറയണം, ഉസ്താദ് പറഞ്ഞ ബാപ്പ കേൾക്കും. അങ്ങനെ ആ ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ വലയൊക്കെ നിർത്തണം കേട്ടോ. അപ്പൊ വാപ്പന്റെ അടുത്തേക്ക് പറഞ്ഞ്, ഓള് പറഞ്ഞതേക്കാരല്ലേ, ഓള് പറയിപ്പിച്ചതേക്കാരല്ലേ, ഇന്ന് ഉസ്താദേ ഓളോട് ഒരു കാര്യം പറയണം, ഓളോട് മുറുക്കാന്ന് അത് നിർത്താൻ ഓളോടും പറയണം. 2 ആളടിയിലും കുടുങ്ങി. ആ മുറുക്കാൻ നിർത്താൻ ഓളോടും പറയണം, ഓള് നിർത്തിയാ നമ്മുടെ വലി നിർത്താറ്. അവർ 2 ആളോടും പറഞ്ഞു, അല്ല അത് വേറെ രക്ഷയില്ലല്ലോ. ആയിക്കോട്ടെ, അപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അപ്പൊ എന്തേ പറഞ്ഞത്? ഒരുമിച്ച് കഴിക്കണം. ഇപ്പൊ ടേബിൾ ഫ്രീ ആണ്. ടേബിൾ ഇപ്പൊ ആർക്കും വേണ്ട, ടേബിൾ ഫ്രീ ആണ്. അങ്ങനെ ആവരുത്. ആ ടേബിളിന്റെ പുറത്ത് ഭക്ഷണം വിളമ്പി വെച്ച് ഉമ്മയും ബാപ്പയും മക്കളും മരുമക്കളും പേരമക്കളും. അപ്പൊ പിന്നെ വലിയ ടേബിൾ വേണ്ടി വരും ഉസ്താദെ. ആയിക്കോട്ടെ, ചെറിയ ടേബിൾ എങ്കിൽ ചെറിയ ടേബിൾ, ഇല്ല ടേബിൾ ഒരുങ്ങിന്നോളി. മറ്റവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങോട്ട് നീങ്ങ ഇങ്ങോട്ട് നീങ്ങ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇല്ല ടേബിളിൽ ഒരുമിച്ചിരുന്ന് കഴിക്കാം. അത് ഭർത്താവും മക്കളും ആണോ, അൽഹംദുലില്ലാഹ് ടേബിൾ ഫുള്ളായോ, എന്നാ ഓല് ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ. ഉമ്മയും മരുമോളും ഓല് അടുക്കളയിൽ നിന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കട്ടെ. ഈ വെവ്വേറെ പോയി കഴിക്കല് അത് വലിയൊരു ബർക്കത്ത് പോരാ. വലിയൊരു ബർക്കത്ത് പോരാ. അത് ചിലപ്പോ പല സംശയങ്ങൾക്ക് ഇടവരുത്തും. ഓളെന്താ ഒറ്റക്ക് പോയി കഴിക്കണോ? ഓളെ അപ്പുറത്ത് പോയി കണ്ട് ആംപ്ലേറ്റ് ഉണ്ടാക്കി കഴിക്കണ്ടോ? ഓളെ അപ്പുറത്ത് വേണ്ടി പൊരിച്ച മീൻ 2 എണ്ണം എടുക്കണുണ്ടോ? എന്താ പോള് പൈൻ്റെ ഉള്ളെന്ന് കഴിക്കണ്? എന്താ ഉമ്മ അവിടുന്ന് കഴിക്കണ്? ഉമ്മാക്ക് എന്താ സ്പെഷ്യൽ വല്ലതും പിന്നെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് വെച്ചുകണോ? സംശയത്തിനൊന്നും ഇടവരുത്തണ്ട. ഒരുമിച്ച് കഴിക്കാം. അത്താഴം കഴിക്കുന്ന സമയത്ത് ഒരുമിച്ച് കഴിക്കാം. അതാണ് ചില സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചേ മതിയുള്ളൂ. ഒരുമിച്ച് കഴിക്കുവാണ് സുന്നത്താണ്, മറക്കണ്ട. ഒരുമിച്ച് കഴിക്കുക 5ാമത്തേതായി അല്ലേ? 5എണ്ണയില്ലേ? എത്രണ്ണായി നിങ്ങൾക്ക് തന്നെ അറിയില്ലേ? 5എണ്ണയില്ലേ? 5ാമത്തേതാണ് പറഞ്ഞത് ഒരുമിച്ച് കഴിക്കണേ.
ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നതിൽ അല്ലാഹു വലിയ പ്രതിഫലങ്ങൾ വീണ്ടും വീണ്ടും തരുന്നുണ്ട്. ഒരുപാട് മഹത്വങ്ങളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താണ്. ബാക്കി ഇതിനെ കുറിച്ചൊക്കെ പറയാണ്ട് ഇൻഷാ അല്ലാഹ്. തഹജ്ജുദിന്റെ പ്രതിഫലങ്ങൾ നാളെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചരിത്ര പ്രഭാഷണം തുടങ്ങാൻ. അപ്പോ എത്ര പ്രതിഫലമായി അത്താഴം കഴിക്കുമ്പോ ശ്രദ്ധിക്കേണ്ട അഞ്ചാമത്തെ നമ്മൾ പറഞ്ഞു, ഒരുമിച്ച് കഴിക്കണം. ഒരുമിച്ച് കഴിക്കുന്നതിന് ധാരാളം മഹത്വങ്ങളുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു തരുന്ന വലിയ വലിയ പ്രതിഫലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്‌ലിസിൽ വെച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഏഴാമത്തെ പ്രതിഫലം, ആറാമത്തെ പ്രതിഫലം കൂടി പറഞ്ഞിട്ട് ഇന്നത്തെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അടുക്കള ജോലിക്ക് തിരക്കിനായല്ലോ. അല്ലാഹു നിങ്ങളെ അടുക്കളയിൽ പാചകം ചെയ്യുന്ന ഓരോ ഭക്ഷണത്തിലും അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്തിനെ തരട്ടെ. അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്തിനെ തരട്ടെ. ഞങ്ങളെ ഉമ്മമാര് റബ്ബേ, ഞങ്ങളെ ഉമ്മമാര് ഭക്ഷണം ഞങ്ങളെ കഴിക്കുന്നത് ഞങ്ങളെ ഉമ്മമാരെ ക്ഷീണമുണ്ടായിട്ട് പോലും, നോമ്പുകാരായി ഞങ്ങളെ ഉമ്മമാരെ ക്ഷീണമുണ്ടായിട്ട് പോലും ആ ക്ഷീണമെല്ലാം മാറ്റി വെച്ചിട്ട് അവനെ പത്തിരിക്കുള്ള പൊടി കുഴക്കുകയാണ്. അവര് ഓരോ സമയവും ഞങ്ങൾക്ക് വേണ്ടി അടുക്കളയിൽ അവര് ജോലി ചെയ്യുകയാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഞായറാഴ്ച ഞങ്ങൾക്ക് ജോലിയിൽ ലീവുണ്ട്, അതല്ലെങ്കിൽ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ജോലിയിൽ ലീവുണ്ട്. പക്ഷേ ഞങ്ങളെ ഉമ്മമാർക്കൊരു ദിവസം പോലും ലീവില്ലല്ലോ അല്ലാഹ്. ഞങ്ങളെ ഭാര്യമാർക്ക് അടുക്കളയിൽ ഒരു ദിവസം പോലും ലീവില്ലല്ലോ റബ്ബേ. ഞങ്ങളെ സഹോദരിമാർക്ക് അടുക്കളയിൽ ഒരു ദിവസം പോലും ലീവില്ലല്ലോ അല്ലാഹ്. അവരെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവരെ ഒരിക്കലും നീ തളർത്തല്ലേ അല്ലാഹ്. അവർക്ക് ആരോഗ്യത്തോടെ ആഫിയത്തോടെ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ഉപ്പമാര് ഞങ്ങളെ ഭർത്താക്കന്മാര് പലരും സുഖമില്ലാത്തവരാണ്. അല്ലാഹ് നീ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രിയപ്പെട്ട സ്വബാഹിക റബ്ബേ വർഷങ്ങളായി അപകടം പറ്റിയിട്ട് തളർന്നു കിടക്കുകയാണ്. അല്ലാഹ് നീ സ്വബാഹികാക്ക് ആരോഗ്യം ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. എങ്കിലും ഉള്ള ആഫിയത്ത് വെച്ചിട്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് സ്വബാഹിക തണലാവുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അവിടെ നിന്ന് തണലേകുന്നുണ്ട്. റബ്ബേ നീ ആ ഹിമ്മത്തൊന്ന് നിലനിർത്തണേ അല്ലാഹ്. അവരെ നല്ലതുപോലെ പരിചരിക്കുന്ന ഭാര്യ, അവരെ കുടുംബങ്ങളെ, അവരുടെ മക്കളെ, വിദേശത്തുള്ള നാട്ടിലുള്ളവരെ എല്ലാവർക്കും നീ റാഹത്ത് നൽകണേ അല്ലാഹ്. സുഖമില്ലാതെ കിടക്കുന്ന മുഴുവൻ ഉമ്മമാർക്കും അമ്മമാർക്കും നീ ശിഫ നൽകണേ റഹ്മാനേ. നീ റാഹത്ത് നൽകണേ അല്ലാഹ്. നീ സന്തോഷം നൽകണേ അല്ലാഹ്. ഇന്ന് മറവിന്നിലാവിന്റെ യതീമക്കളെ വീടിൽ കുറ്റിയടിക്കാൻ പോയപ്പോ അവിടെയും അമ്മമാര് വെള്ളക്കുപ്പിയുമായി വന്നിരുന്നു. ഉസ്താദേ ഇതിലൊന്ന് മന്ത്രിച്ചു തരോ, ഞങ്ങൾക്ക് ദ്വാരക്കണേ. ഞങ്ങളൊക്കെ മജ്‌ലിസ് കേൾക്കുന്നവരാണെന്ന് പറഞ്ഞത് അമ്മമാരാണ്. അല്ലാഹുവേ നീ എല്ലാവരുടെ വിഷമങ്ങളും സലാമത്താക്കണേ അല്ലാഹ്. ഇനി ആറാമത്തെ മഹത്വം പറയട്ടെ. അത്താഴ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ബാങ്ക് കൊടുക്കുന്നത് വരെയാണല്ലോ അത്താഴത്തിന്റെ സമയമുള്ളത്. ബാങ്ക് കൊടുക്കുന്നതിന്റെ മുന്നേ ഏതെങ്കിലും ഒരു ദുആ നിങ്ങൾ ദുആർക്കണേ. കാരണം അത് ഇജാബത്തിന്റെ സമയമാണ്. അത് ഇജാബത്തുള്ള സമയമാണ്. അത് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സമയമാണ്.
പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള അത്താഴത്തിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു ദുആഹ് നിങ്ങൾ ദുആരിക്കണമെന്ന ആ ദുആഹിന്റെ വലിയ മഹത്വം അല്ലാഹു തരുകയാ. ആ ദുആയിൽ അല്ലാഹു വലിയ ശ്രേഷ്ഠത തരുമെന്ന ആ പ്രാർത്ഥന അല്ലാഹു തട്ടിക്കളയൂല. കാരണം അത്താഴത്തിന്റെ സമയത്തുള്ള പ്രാർത്ഥന അത് ഇജാബത്തുള്ള സമയമാണ്, ഇജാബത്തിന്റെ പ്രാർത്ഥനയാണെന്ന് ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ കാലങ്ങളായി മക്കളില്ലാത്തവരെ, കല്യാണം ശരിയാവാത്തവരെ, സങ്കടങ്ങളുമായി കഴിയുന്നവരെ, ഞാനടക്കം നമുക്കെല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടല്ലോ. കഴിഞ്ഞ റമദാനിൽ കുറെ ദുആ, അടുത്ത റമദാനാകുമ്പോഴേക്കൊരു വീട് തരണമല്ല, അടുത്ത റമദാനാകുമ്പോഴേക്ക് ഇക്ക നാട്ടിൽ വരണമല്ല, ഇക്കാക്ക് പോക്കറടിയാവണമല്ല, ഇക്ക ജയിലിൽ നിന്ന് മോചിതനാവണമല്ല. അങ്ങനെ പരവനാഗ്രഹങ്ങളും മുറാദുകളുമായി മനസ്സിൽ കഴിയുന്ന നമ്മളെ അല്ലാഹുവിന്റെ ഹബീബ് പറയാ ഫീഹി അത്താഴത്തിന്റെ സമയം നിങ്ങളെ നഷ്ടപ്പെടുത്തരുത്. ആ സമയത്തുള്ള നിശബ്ദതയുടെ പ്രാർത്ഥന അല്ലാഹു മറകൂടാതെ ഇജാബത്ത് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ ആ സമയത്തുള്ള പ്രാർത്ഥന നമ്മൾ മറന്നു പോവേണ്ട. അത്താഴ സമയത്തുള്ള പ്രാർത്ഥന നമ്മൾ മറന്നു പോവേണ്ട. അത്താഴ സമയത്തുള്ള പ്രാർത്ഥന നമ്മൾ മറന്നു പോവേണ്ട. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഒരുപാട് അറിവുകൾ പഠിക്കാനോ ജീവിതത്തിൽ ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. പടച്ചവനെ, എത്രയോ പ്രിയപ്പെട്ടവർ ഞങ്ങളോട് ദ്വാരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ സങ്കടങ്ങളും സലാമത്താക്കണേ അല്ലാഹ്, എല്ലാവരുടെ വിഷമങ്ങളും മാറ്റിത്തരണേ അല്ലാഹ്. ഒരു ദിവസം പോലെ ഒഴിവില്ലാതെ ഞങ്ങളെ മജ്‌ലിസ് കേൾക്കുന്ന അറിവിന്നിലാമിന്റെ കുടുംബങ്ങള് യാ റബ്ബ് യാ അല്ലാഹ്, യാ റബ്ബ് യാ അല്ലാഹ്, അവർക്കെല്ലാം നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ, റഹ്മത്ത് കൊടുക്കണേ അല്ലാഹ്, സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഉസ്താദേ, മൈത്രയിലുള്ള എന്റെ പ്രിയപ്പെട്ട ആളെ മാറിക്കീമോ ചെയ്തതാണ്. നാളെ ഒരു ടെസ്റ്റ് ഉണ്ട്, അത് റാഹത്താവാൻ ഉസ്താദ് ദുആ ചെയ്യണേ. 2 നോമ്പ് നോറ്റിട്ടുണ്ട്. മാഷാ അല്ലാഹ് റബ്ബേ, ആ സഹോദരി എന്നും മറവിന്നിലാവ് കേൾക്കുന്ന സഹോദരിയാ. ഈ റമദാനിലാവിന്റെ മജ്‌ലിസിൽ ജനലക്ഷങ്ങൾ പറയുന്ന ആമീന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ നാളെ ടെസ്റ്റ് ചെയ്യുമ്പോ അതിലൊരു കുഴപ്പവുമില്ലാതെ സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാരെ രോഗങ്ങളെ മാറ്റണേ, ഞങ്ങളെ ഉപ്പമാരെ രോഗങ്ങളെ മാറ്റണേ, ഞങ്ങളെ സഹോദര സഹോദരിമാരുടെ രോഗങ്ങളെ വേദനകളെ മാറ്റണേ അല്ലാഹ്. റമദാനിലാവ് കേൾക്കുന്ന മുഴുവൻ കുടുംബങ്ങളെ നീ ബറക്കത്ത് നൽക റബ്ബേ. റമദാനിലാവ് കേൾക്കുന്ന വീടുകളിൽ ബറക്കത്ത് നൽകണേ. റമദാനിലാവ് കേൾക്കുന്ന ഷോപ്പുകളിൽ ബറക്കത്ത് നൽകണേ. ആ ഷോപ്പുകളിൽ നല്ല കച്ചവടം നൽകണം അല്ലാഹ്. റമദാനിലാവ് കേൾക്കുന്ന കടകളിൽ നല്ല ബറക്കത്ത് നൽകണം അല്ലാഹ്. റമദാനിലാവ് കേൾക്കുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. റമദാനിലാവ് കേൾക്കുന്ന വാഹനങ്ങളിൽ ബറക്കത്ത് നൽകണം അല്ലാഹ്. റമദാനിലാവ് കേൾക്കുന്ന കുടുംബങ്ങൾക്ക് ബറക്കത്ത് നൽകണം അല്ലാഹ്. റമദാനിലാവ് കേൾക്കുന്ന പ്രവാസികൾക്ക് ബറക്കത്ത് നൽകണം അല്ലാഹ്.
റമദാനിലാവ് കേൾക്കുന്ന അയൽവാസികൾക്ക്, നാട്ടുകാർക്ക്, കുടുംബങ്ങൾക്ക്, ഉമ്മമാർക്ക്, അമ്മമാർക്ക് എല്ലാവർക്കും ബർക്കത്തിനെ തരണേ അല്ലാ. അവരുടെ രോഗങ്ങളെല്ലാം, വിഷമങ്ങളെല്ലാം നീ സലാമത്താക്കണേ അല്ലാ. പടച്ചവനെ, യതീമക്കളെ സഹായിച്ചവരുണ്ട്, അറിവിന്നിലാവില്ല കാരുണ്യ പ്രവർത്തനങ്ങളെ സഹായിച്ചവരുണ്ട്. യാ റബ്ബ് യാ അല്ലാഹ്, യൂട്യൂബിലൂടെ, ഫേസ്ബുക്ക് ലൈവിലൂടെ ഈ പ്രോഗ്രാം ലൈവായിട്ട് കേട്ടവരുണ്ട്. ലൈവ് കഴിഞ്ഞിട്ടും ഈ മജ്ലിസ് കേട്ട് ആമീൻ പറയുന്നവനുണ്ട്. അല്ലാഹ്, കമന്റിലൂടെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. പലരും ഞങ്ങളോട് ദ്വാരിക്കണം എന്ന് പറഞ്ഞവനുണ്ട്. അല്ലാഹ്, എല്ലാവരുടെ വിഷമങ്ങളും നീ സലാമത്താക്കണേ അല്ലാഹ്. എല്ലാവർക്കും റാഹത്ത് നൽകണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളെ റമദാനിലാമിന്റെ ലിങ്കുകൾ ഷെയർ ചെയ്ത് എത്രയോ ആളുകൾ, ഒരാൾ 50ഓളം ആളുകൾക്ക് ഷെയർ ചെയ്ത്, ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. റബ്ബേ, എല്ലാവർക്കും ഖൈറും ബറക്കത്തിനെയും റാഹത്തിനെയും സന്തോഷത്തിനെയും നൽകണേ അല്ലാഹ്. കഴിഞ്ഞ റമദാനിലാവില്ല മജ്ലിസിൽ ഞങ്ങളെ കൂടെ പലരുമുണ്ടായിരുന്നു റബ്ബേ. പലരും ഇന്ന് ഖബറിലാ, പലരും ഇന്ന് ഖബറിലാ, പലരും ഇന്ന് ഖബറിലാ. അല്ലാഹ്, അവരുടെ ഖബറുകളെല്ലാം സ്വർഗമാക്കണേ അല്ലാഹ്. വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗം നൽകണേ അല്ലാഹ്. അറിവിന്നിലാവ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് ഉസ്താദിനോട് ദ്വാരിക്കാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ദ്വാ കൊണ്ട് ഏൽപ്പിച്ച പലരുമുണ്ട് റബ്ബേ. എല്ലാവരുടെ സങ്കടങ്ങളും നിനക്കറിയാലോ, എല്ലാവരുടെ വിഷമങ്ങളും നിനക്കറിയാലോ, എല്ലാവരുടെ ദുഃഖങ്ങളും നിനക്കറിയാലോ. നീ എല്ലാവർക്കും സലാമത്ത് നൽകണേ റഹ്മാനേ. നീ എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാഹ്. നീ എല്ലാവർക്കും സലാമത്ത് നൽകണേ അല്ലാഹ്. റമദാനിലാവില്ല അറിവുകൾ എഴുതി വെച്ചവരുണ്ട്, വഅദ് കേട്ടവരുണ്ട്, ജീവിതത്തിൽ പകർത്തുന്നവരുണ്ട്. റഹ്മാനേ, എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ്. എല്ലാവർക്കും റഹ്മത്ത് നൽകണേ അല്ലാഹ്. ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഞങ്ങളെ മജ്ലിസ് കേൾക്കുന്ന കുടുംബങ്ങളുണ്ട്. പലരും ഗർഭിണികളാണ്, സുഖപ്രസവം കൊടുക്ക റബ്ബേ. ാത്തവനുണ്ട്, മക്കളെ കൊടുക്കണേ അല്ലാഹ്. നീ റാഹത്ത് നൽകണേ റഹ്മാനേ, സമാധാനം നൽകണേ റഹ്മാനേ, സന്തോഷം നൽകണേ റഹ്മാനേ. പാവപ്പെട്ട ഉമ്മ ഖബറിലാണ്. ഞങ്ങളെ പലരുടെയും മാതാപിതാക്കൾ മരിച്ചുപോയി, അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ. അറിവിന്നിലാവില്ല പല ഉമ്മമാരും ഉപ്പമാരും ഖബറിലാണ്, അവർക്കൊക്കെ സ്വർഗം കൊടുക്കണേ. ഖബറിനെ വിശാലമാക്കണേ. സ്വർഗീയ ലോകത്തെ ഉന്നതമായ പദവി അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. 26-ാം തീയതി മജ്ലിസിൽ വന്നവരുണ്ട്, ഓരോ സ്വലാത്ത് മജ്ലിസിലും വരുന്നവരുണ്ട്. ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തവരുണ്ട്. വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാം, അരികള് പച്ചക്കറികള് നേർച്ചയാക്കി കൊണ്ടുവരുന്നവരുണ്ട്. പരിശുദ്ധ റമദാനില് എല്ലാവർക്കും വേണ്ടി ഞങ്ങള് കൈനീട്ടുകയാണ്. നീ എല്ലാവർക്കും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.
ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിത്തെ മജ്ലിസ് മറക്കണ്ട. ഇന്ന് ദുആ വസിയത്ത് വായിക്കണമെന്ന് കരുതിയിരുന്നു. ഇന്ന് കുറെ സമയം വൈകിട്ടാണ് എത്തിയത്. അതുകൊണ്ട് ദുആ വസിയത്തിന്റെ പുസ്തകം അത് എടുക്കാൻ കഴിഞ്ഞില്ല. ഇൻഷാ അല്ലാഹ് നാളത്തെ മജ്ലിസിൽ വെച്ച് വായിക്കാം. നമ്മുടെ SSLC മക്കളെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ടപ്പോഴൊക്കെ മക്കൾ പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾക്ക് വേണ്ടി ദുആയിരിക്കണം കേട്ടോ. അള്ളാഹു നല്ല വിജയം നൽകട്ടെ, നല്ല വിജയം അള്ളാഹു നൽകട്ടെ, നല്ല വിജയം അള്ളാഹു നൽകട്ടെ, അള്ളാഹു നല്ല വിജയം അള്ളാഹു നൽകട്ടെ. അള്ളാഹുവേ നീ നൽകണേ റഹ്മാനെ, അൽഹംദുലില്ലാ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബദറുത്തമാം റസൂലുള്ളാഹ് ഖൈറുൽ അനാം ഹബീബുല്ലാഹ്. ബദറുത്തമാം റസൂലുള്ളാഹ് ഖൈറുൽ അനാം ഹബീബുല്ലാഹ്. ബദറുത്തമാം റസൂലുള്ളാഹ് ഖൈറുൽ അനാം ഹബീബുല്ലാഹ്. മക്കത്തെ പോത്തുള്ള മന്ദാര മലരെ കനവിന്റെ തീരത്ത് വന്നിടണോ. നാളെ സുവർഗത്തിൽ, നാളെ സിറാത്തിലെ കൈകൾ പിടിച്ചിട്ട് ജന്നാത്തിൽ ഞങ്ങളെ കൂട്ടിയിടണോ. മക്കത്തെ പോത്തുള്ള മന്ദാര മലരെ കനവിന്റെ തീരത്ത് വന്നിടണോ. നാളെ സിറാത്തിലെ കൈകൾ പിടിച്ചിട്ട് ജന്നാത്തിൽ ഞങ്ങളെ ചേർത്തിടണോ. ബദറുത്തമാം റസൂലുള്ളാഹ് ഖൈറുൽ അനാം ഹബീബുല്ലാഹ്. ബദറുത്തമാം റസൂലുള്ളാഹ് ഖൈറുൽ അനാം ഹബീബുല്ലാഹ്. ഖുതുബുൽ ആലാം വലിയുള്ളാഹ്. മടവൂരിൻ ശൈഖോരെ വലിയുള്ളാഹ്. ഖുതുബുൽ ആലാം വലിയുള്ളാഹ്. മടവൂരിൽ ശൈഖോർ വലിയുള്ളാഹ്. റഹ്മത്തായി വന്നുള്ളോരേ ശൈഖുനാ സിയോ വലിയുള്ളാഹ്. ബദറുത്തമാം റസൂലുള്ളാഹ് ഖൈറുൽ അനാം ഹബീബുല്ലാഹ്. ബദറുത്തമാം റസൂലുള്ളാഹ് ഖൈറുൽ അനാം ഹബീബുല്ലാഹ്. പടച്ചവനെ ഞങ്ങളെ മജ്‌ലിസിനെ നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. സ്വീകരിക്കണേ അല്ലാഹ്. ഇജാബത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആരൊക്കെ ഞങ്ങളോട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടോ റബ്ബേ അല്ലാഹ്, എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ലാഹ്, നൽകണേ അല്ലാഹ്. റഹ്മാനേ اللهم اجعلنا ممن شهد لنا شهر رمضان ولا
تجعلنا ممن شهد عليهم شهر رمضان اللهم اجعلنا ممن رضي لهم شهر رمضان ولا تجعلنا ممن سخط لهم سخط عليهم شهر رمضان മണിമുത്ത് ഞോറൊളിവേ മഹമോദർ പോനിലാവേ മാനസം ത്വയ്ബായിൽ ചെന്നിവൻ പാടിനേതാവേ എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തിങ്കളെ ഞാൻ കണ്ടതില്ല തങ്കമുഖമാൽ വന്നതില്ല തങ്ങളെ ഞാനും കാണും കാലമറിയില്ല എന്റെ നോവകറ്റാൻ മദ്ഹ മാത്രം ഏറെ ശിഫയില്ല മണിമുത്ത് ഞോറൊളിവേ മഹബാദർ പോനിലാവേ മാനസം ത്വയ്ബായിൽ ചേർത്തിവൻ പാടിനേതാവേ എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ മണിമുത്ത് ഞോറൊളിവേ മഹബാദർ പോനിലാവേ മാനസം ത്വയ്ബായിൽ ചേർത്തിവൻ പാടിനേതാവേ എന്നെ മാദിഹീങ്ങളിൽ ചേർത്തിടാനായി സ്നേഹരാജാവേ 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 ഇൻഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ നാളത്തെ മജ്‌ലിസ് മുതൽ ദുആ വസിയത്ത് വായിക്കട്ടോ, വിഷമാവരുതേ. ഇൻഷാ അല്ലാഹ് വായിക്കണം, നമുക്ക് നാളത്തെ മജ്‌ലിസ് മുതൽ വായിക്കാം. റമദാൻ അല്ലേ, വായിച്ചിട്ട് തന്നെ ദുആയിരിക്കണം. പിന്നെ ഇന്ന് രാത്രി 9:15 ഇൻഷാ അല്ലാഹ് മറക്കണ്ട, രാത്രിക്കത്തെ മജ്‌ലിസിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.